Good morning, dear students. Today's topic is intrapersonal communication and interpersonal communication. In our last class, we were discussing about communication. What is communication? Simply, we can define communication as an exchange of information. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് intrapersonal communication and interpersonal communication. ഇപ്പോൾ ലാസ്റ്റ് സെഷനിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പഠിച്ചു, എന്താണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിച്ചു. സോ ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് intrapersonal communication and interpersonal communication. അതിനു മുമ്പ് let us see what is two-way concept of communication അല്ലെങ്കിൽ two-way communication process. Two-way communication concept is more contemporary. അതായത് സമകാലീനമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് two-way communication എന്ന് പറയുന്നത്. അതായത് രണ്ട് സൈഡിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ. അതായത് രണ്ട് വ്യക്തികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരാൾ സെൻഡറും ഒരാൾ റിസീവറും എന്നുള്ള കൺസെപ്റ്റിന് ഉപരിയായിട്ട് രണ്ടുപേരും സെൻഡർമാരാകുന്നു, രണ്ടുപേരും റിസീവർമാരാകും. അതായത് രണ്ടുപേരും തമ്മിൽ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു two-way കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരാൾ ഒരു കാര്യം, സെൻഡർ ഒരു കാര്യം പറയുന്നു, അത് മറ്റേയാൾ റിസീവറായിട്ട് കേൾക്കുന്നു. റിസീവറായിട്ട് കേട്ടയാൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അയാൾ അപ്പോൾ പറയുന്ന കാര്യം, അപ്പോൾ അയാൾ ഒരു സെൻഡറായിട്ട് മാറുന്നു, മറ്റേയാൾ അത് കേൾക്കുമ്പോൾ അത് റിസീവറായിട്ട് മാറുന്നു. സോ ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ two-way കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. So it makes no sharp distinction between the roles of sender, that means source, sender എന്ന് പറയുമ്പോൾ source, and receiver, because the same person plays both the roles often simultaneously. ഇപ്പോൾ two-way കമ്മ്യൂണിക്കേഷനിലെ സെൻഡറും റിസീവറും ഒരേ വ്യക്തി തന്നെയായി മാറി മാറി വരുന്നു. സോ ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ two-way കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Now let us see what is intrapersonal communication. അപ്പോൾ എന്താണ് intrapersonal communication? വേർഡ് ഇൻട്ര എന്നുള്ള വേർഡ് തന്നെ അത് ഡിനോട്ട് ചെയ്യുന്നത് വിതിൻ എന്നുള്ളതാണ്, ഉള്ളിൽ അല്ലെങ്കിൽ ഉള്ളിൽ നിന്നുള്ള. അപ്പോൾ നമുക്ക് ഇൻട്രാപേഴ്സണൽ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ആ വ്യക്തിയോട് തന്നെയുള്ള കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ഇൻട്രാപേഴ്സണൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മനോഗതം, നമ്മൾ സ്വന്തം നമ്മളോട് സംസാരിക്കുക, സെൽഫ് ടോക്കിംഗ്, അല്ലെങ്കിൽ നമ്മൾ തിങ്കിങ്, അല്ലെങ്കിൽ അനലൈസിങ്, ഡ്രീമിങ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻട്രാപേഴ്സണൽ എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തി ആ വ്യക്തിയോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സോ വെൻ വി കമ്മ്യൂണിക്കേറ്റ് വിത്ത് അവർ സെൽഫ്സ്, ഇറ്റ് ഈസ് intrapersonal communication. This can take the forms of thinking, analyzing, dreaming and introspecting. Introspecting എന്ന് പറയുന്നത് ആത്മപരിശോധന നടത്തുക, അല്ലെ ആത്മപരിശോധന, നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ആത്മപരിശോധന നടത്തുന്നതിനാണ് ഇൻട്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇത് ഡേ ഡ്രീമിങ്, സോ സെൽഫ് ടോക്ക് ആൻഡ് മെമ്മറീസ് ആർ ഓൾ ഫാസറ്റ്സ് ഓഫ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ പല വശങ്ങളാണ്, ഫാസറ്റ്സ്, വശങ്ങൾ. സോ intrapersonal communication is a kind of internal dialogue. അതായത് ഇന്റേണൽ ഡയലോഗ്, നമ്മൾ ഉള്ളിൽ നമ്മൾ സ്വന്തം പറയുന്ന, നമ്മളോട് പറയുന്ന ഡയലോഗ് that takes place within an individual while contemplating എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമ്മളോട് സംസാരിക്കുന്ന ആ ഇന്റേണൽ ഡയലോഗ്. ഇതൊക്കെ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ തന്നെ കൺസെപ്ച്വലൈസേഷൻ, നമ്മൾ കൺസെപ്റ്റുകൾ രൂപീകരിക്കുമ്പോൾ, ആൻഡ് ഫോർമുലേറ്റിംഗ് അവർ തോട്ട്സ്, നമ്മുടെ ചിന്തകൾ നമ്മൾ രൂപീകരിക്കുമ്പോൾ, ഐഡിയാസ് ബിഫോർ വി ആക്ച്വലി എക്സ്പ്രസ് ദം, നമ്മൾ ഈ ഐഡിയകൾ എക്സ്പ്രസ് ചെയ്യുന്നതിന് മുമ്പും, അതുപോലെ നമ്മുടെ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പും, അതുപോലെ നമ്മൾ ആലോചനകൾ മറ്റുള്ളവർ പറയുന്നതിന് മുമ്പും ഒക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. നമ്മളോട് തന്നെ ആശയവിനിമയം നടത്തുന്നു. So intrapersonal communication takes place within a single person. ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. Often for the purpose of clarifying ideas or analyzing a situation. ഒരു ഐഡിയ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടോ
ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്യാനോ വേണ്ടിയിട്ടോ നമ്മൾ ചെയ്യാറുള്ള കാര്യമാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. പലപ്പോഴും നമ്മൾ ഫിലിംസിലും പ്രത്യേകിച്ച് സീരിയലുകൾ, TV സീരിയലുകളിലൊക്കെ ധാരാളം കേൾക്കുന്നതാണ് ഈ ഒരു സെൽഫ് ടോക്ക്. സ്വന്തം ഡയലോഗ്, സ്വന്തം അയാൾ തന്നെത്താൻ ആത്മകഥകൾ പറയുന്നു, അതുപോലെ തന്നെ തന്നോട് തന്നെ സംസാരിക്കുന്നു, തിങ്ക് ചെയ്യുന്നു. ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന രൂപത്തിൽ കാണാൻ കഴിയും. സോ ഇതൊക്കെ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻസ് ആണ്. So the three aspects of intrapersonal communication are self-concept, then perception and expectation. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ 3 ആസ്പെക്റ്റുകളായിട്ട് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ 3 ആസ്പെക്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് സെൽഫ് കൺസെപ്റ്റ്. സോ ഇറ്റ് ഈസ് എ ബേസിക് ഫോർ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. സെൽഫ് കൺസെപ്റ്റ് ആണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ ബേസിക് ആയിട്ട് നമ്മൾ കരുതുന്നത്. ബിക്കോസ് ഇറ്റ് determines how a person sees himself and is oriented towards others. നമ്മളെക്കുറിച്ചുള്ള ഒരു ധാരണയും മറ്റുള്ളവരുടെ ഒരു മനോഭാവം ഒക്കെ നമ്മുടെ ഈ സെൽഫ് കൺസെപ്റ്റിലാണ് കാണാൻ കഴിയുക. സെൽഫ് കൺസെപ്റ്റ് ഓൾസോ കോൾഡ് സെൽഫ് അവയർനെസ് ഇൻവോൾവ്സ് 3 ഫാക്ടേഴ്സ്. 3 ഫാക്ടർ ചേർന്നതാണ് ഈ സെൽഫ് കൺസെപ്റ്റ്. അതിനെ തന്നെയാണ് സെൽഫ് അവയർനെസ് എന്ന് നമ്മൾ വിളിക്കുക. അപ്പൊ അത് 3 ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 3 ഫാക്ടേഴ്സ്. ഒന്ന് ബിലീഫ്സ്, ദെൻ വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. ഇത് 3 ചേർന്നതാണ് നമ്മൾ സെൽഫ് കൺസെപ്റ്റ് അല്ലെങ്കിൽ സെൽഫ് അവയർനെസ് എന്ന് വിളിക്കുന്നത്. സെൽഫ് കൺസെപ്റ്റ് കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് ആണ് പെർസെപ്ഷൻ. സെൽഫ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതാണെങ്കിൽ, പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറമേയുള്ള നമ്മുടെ ഫോക്കസ് ആണ്. അതായത് പെർസെപ്ഷൻ ലുക്സ് ഔട്ട്വേർഡ്, പുറത്തേക്കുള്ള നമ്മുടെ വ്യൂ. സെൽഫ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ whereas സെൽഫ് കൺസെപ്റ്റ് ഫോക്കസ് internally, perception looks outwards. The perception of outside world also is rooted in beliefs, values and attitude. അപ്പോൾ പെർസെപ്ഷൻ റൂട്ട് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ വേരുറപ്പിച്ചിരിക്കുന്നത് 3 കാര്യങ്ങളാണ്: ബിലീഫ്സ്, വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. സോ നെക്സ്റ്റ് പോയിന്റ് ആണ് എക്സ്പെക്ടേഷൻസ്. നമ്മുടെ പ്രതീക്ഷ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം. ഈ 3 കാര്യങ്ങളാണ് 3 ആസ്പെക്ട്സ് ഓഫ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ എക്സ്പെക്ടേഷൻസ് ആർ ഫ്യൂച്ചർ ഓറിയന്റഡ് മെസ്സേജസ് ഡീലിംഗ് വിത്ത് ലോങ് ടൈം റോൾസ്, സംടൈംസ് കോൾഡ് ലൈഫ് സ്ക്രിപ്റ്റ്സ്. അപ്പം എക്സ്പെക്ടേഷനെ നമ്മൾ ലൈഫ് സ്ക്രിപ്റ്റ് എന്നാണ് ചിലപ്പോൾ വിളിക്കാറുള്ളത്. നമ്മുടെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ, സോ ഇതൊക്കെ പ്രകടിപ്പിക്കുന്നതാണ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. ലോങ് ടൈം റോള്. ഇനി നമുക്ക് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലെ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന മറ്റ് ചില കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റിയാണ് നമ്മൾ ഇന്റേണൽ ഡിസ്ക്ലോഷർ, സോളോ വോക്കൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോളോ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഈ 3 ടേമുകൾ. ഇപ്പൊ ഇന്റേണൽ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ, ശ്രദ്ധിക്കുന്നത്, ദെൻ അനാലിസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്റേണൽ ഡിസ്ക്ലോഷർ എന്ന് നമ്മൾ പറയുക. അതുപോലെ സൈക്കോളജിസ്റ്റുകൾ ഡേ ഡ്രീമിങ്ങിനെയും ഇന്റേണൽ ഡിസ്ക്ലോഷർ ആയിട്ടാണ് കരുതുന്നത്. അതുപോലെ നൈറ്റ് ടൈം ഡ്രീമിങ്, സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ പ്രെയർ, പ്രാർത്ഥന, ദെൻ കണ്ടംപ്ലേഷൻ, ആലോചന, ആൻഡ് മെഡിറ്റേഷൻ ഓൾസോ ആർ എ പാർട്ട് ഓഫ് ദിസ് കാറ്റഗറി. അപ്പം ഇത്രയും കാര്യങ്ങളെല്ലാം ചേർന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ ഡിസ്ക്ലോഷർ. അടുത്തതാണ് സോളോ വോക്കൽ കമ്മ്യൂണിക്കേഷൻ. സോളോ വോക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്ക് ചെയ്യുക, നമ്മൾ ഒച്ചത്തിൽ നമ്മളോട് തന്നെ സംസാരിക്കുക. അതാണ് സോളോ വോക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ അതൊരു പക്ഷേ നമ്മൾ മറ്റുള്ളവരോട് പറയാനുള്ള ഡയലോഗ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ റിഹേഴ്സൽ എടുക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മളോട് തന്നെ ക്ലാരിഫൈ ചെയ്യുന്നതായിരുന്നു. നമ്മുടെ തിങ്കിങ് നമ്മളോട് തന്നെ ഒച്ചത്തിൽ ചോദിച്ച് ക്ലാരിഫൈ ചെയ്യുന്നതാവാം. സോ ഇങ്ങനെ പല വിധത്തിലാവാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിന് ബോസിനെ കുറിച്ച് ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആ കംപ്ലൈന്റ് ഒച്ചത്തിൽ നമ്മളോട് തന്നെ പറയുന്നത്. സോ അതൊരു സെൽഫ് അല്ലെങ്കിൽ സോളോ വോക്കൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഒച്ചത്തിൽ നമ്മളോട് തന്നെ സംസാരിക്കുന്നതിനാണ് സോളോ വോക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സോളോ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. അപ്പം നമുക്ക് തന്നെ എഴുതുന്ന കാര്യത്തിനെയാണ് റിട്ടേൺ, എഴുതി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് നമ്മളോട് ചെയ്യുന്നതിനാണ് സോളോ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഡയറി എഴുതുക, സോ അത് നമ്മൾക്ക് തന്നെ എഴുതി വെക്കുന്ന
ഇത്തരം കാര്യങ്ങൾ, ഡയറി, അതുപോലെ തന്നെ പേഴ്സണൽ ജേർണൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സോളോ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ സോളോ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഡീൽസ് വിത്ത് റൈറ്റിംഗ് നോട്ട് ഇൻറ്റൻഡഡ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വായിക്കാൻ വേണ്ടി അല്ലാതെ നമുക്ക് വായിക്കുവാൻ വേണ്ടി ഉള്ള ഉദ്ദേശത്തിൽ നമ്മൾ എഴുതി വെക്കുന്ന റിട്ടേൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ സോളോ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ഇന്റർ, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലാവാം, ഒരു ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആവാം. സോ ഇത്തരത്തിൽ ഉള്ള അതിനെ ഓരോന്നിനെയും ഓരോ പേരിലാണ് നമ്മൾ വിളിക്കുന്നത്. സോ ഹിയർ interpersonal communication is the exchange of message between two persons. It involves a direct face-to-face relationship between the sender and receiver of the message. ഇപ്പോൾ ഈ മെസ്സേജ് പറയുന്നയാളും മെസ്സേജ് കേൾക്കുന്നയാളും തമ്മിലൊരു ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് ഉള്ള രണ്ടുപേർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ സ്ട്രോങ് ഫീഡ്ബാക്ക് കമ്പോണന്റ്. അപ്പൊ അവിടെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് അവിടെ ഉണ്ട്. അതായത് സെൻഡർ പറയുന്നു, റിസീവർ കേൾക്കുന്നു, അതിനെ അയാൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളത് അയാൾ അത് മറ്റേ സെൻഡറിന് അറിയിക്കുന്നു. സോ ഇത് ഇവിടെ ഒരു ഫീഡ്ബാക്ക് അവിടെ വന്നിരിക്കുകയാണ്. സോ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് എൻഹാൻസ്ഡ് വെൻ ദ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഇപ്പൊ ഈ റിലേഷൻഷിപ്പ് വളരെ കുറെ നാളത്തെ റിലേഷൻസ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ആശയവിനിമയം വളരെ എൻഹാൻസ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ നടത്തപ്പെടുന്നു. The purpose of interpersonal communications are to influence, help, discover as well as to share and play together. So ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇൻഫ്ലുവൻസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ഡിസ്കവർ ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും പ്ലേ ടുഗദർ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എ കോൺവെർസേഷൻ, ഡയലോഗ് ഓർ ആൻ ഇന്റർവ്യൂ ഇൻ വിച്ച് ടു പേഴ്സൺസ് ഇന്ററാക്ട്. രണ്ട് വ്യക്തികൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു കോൺവെർസേഷൻ ആവാം, സംസാരമാകാം, ഡയലോഗ് ആവാം, ഇന്റർവ്യൂ ആകാം. സോ ഇതൊക്കെ നമ്മൾ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഇതിനെയൊക്കെ പറയുന്നത്. ഇനി നമുക്ക് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഇപ്പൊ നമുക്ക് അതിൽ പങ്കെടുത്ത ആൾക്കാരുടെ എണ്ണം അനുസരിച്ചൊക്കെ നമ്മൾ ഇതിനെ 4 ആയിട്ടങ്ങ് ക്ലാസിഫൈ ചെയ്യാണ്, ഏത് ടൈപ്പ് ആണെന്നൊക്കെ. അപ്പൊ ആദ്യത്തേതാണ് ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ. ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് പേരാണ് അതിൽ ഇൻവോൾവ് ആകുന്നത്. സോ ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഇൻവോൾവ്സ് 2 people, 2 ആൾക്കാർ മാത്രമുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, 2 friends ടോക്കിംഗ്, 2 കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുമ്പോൾ അത് ഡയാഡിക് ആണ്. 2 പേർ മാത്രമേ ആ കമ്മ്യൂണിക്കേഷനിൽ ഇൻവോൾവ് ആകുന്നുള്ളൂ. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമുക്ക് അറിയാം, ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 2 or more people, അല്ലെങ്കിൽ സ്മോൾ ഓർ ലാർജ് ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ an ഓർഗനൈസേഷൻ ആവാം, ക്ലബ് ആവാം, ക്ലാസ് റൂംസ് ആവാം. സോ ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. സോ ഈ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് കുറെ അധികം ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ കുറച്ചൊരു ഗ്രൂപ്പ് ആവാം. സോ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നു. സോ അടുത്തത് സി ആണ്, പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ഓർ മാസ് കമ്മ്യൂണിക്കേഷൻ. ഇവിടുത്തെ പ്രത്യേകത, ഇറ്റ് ഒക്യൂഴ്സ് വെൻ ദ മെസ്സേജ് ഈസ് സെൻഡ് ടു എ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരുപാട് ആൾക്കാരിലേക്ക് നമ്മുടെ മെസ്സേജ് എത്തുമ്പോൾ അതിനെയാണ് നമ്മൾ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം, റേഡിയോ, ടെലിവിഷൻ, ന്യൂസ് പേപ്പർ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ആൾക്കൂട്ടത്തിലേക്ക്, അല്ലെ ഒരുപാട് ജനങ്ങളിലേക്ക് ഈ കമ്മ്യൂണിക്കേഷൻ എത്തുന്നു. സോ ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ഓർ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത, ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫേസ്ലെസ് ആണ്, മുഖത്തോട് മുഖമല്ല, ഫേസ് ടു ഫേസ് അല്ല. സെൻഡറിന്റെ ഫേസ് റിസീവർ കാണുന്നേ ഇല്ല. സോ ഈച്ച് പേഴ്സൺ ബിക്കംസ് എ ഫേസ്ലെസ് ഇൻഡിവിജ്വൽ വിത്ത് ഓൾമോസ്റ്റ് നോ ഓപ്പർച്യൂണിറ്റി ഫോർ പേഴ്സണൽ റെസ്പോൺസ് ഓർ ഫീഡ്ബാക്ക്. ഇപ്പൊ ഇവിടെ
സെൻഡർക്ക് ഒരിക്കലും ഫീഡ്ബാക്ക് കിട്ടുന്നില്ല, റിസീവറിന്റെ ഫീഡ്ബാക്ക് കിട്ടുന്നില്ല. ഈ പബ്ലിക് ഓർ മാസ് കമ്മ്യൂണിക്കേഷനിൽ സെൻഡർ പറയുന്ന കാര്യത്തിന്റെ ഫീഡ്ബാക്കോ റെസ്പോൺസോ റിസീവറിൽ നിന്ന് സെൻഡർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് ഇത് ഇൻഫർമേഷൻ ഷെയറിങ്, എന്റർടൈൻമെന്റ്, സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ മാസ് കമ്മ്യൂണിക്കേഷനിൽ പെടുന്നു. അതുപോലെ തന്നെ ഒരു ലെക്ചർ ഇൻ യൂണിവേഴ്സിറ്റി ക്ലാസ്, ഇപ്പോൾ ഒരു ഓൺലൈൻ ലെക്ചറോ അല്ലെ ഓൺലൈൻ ക്ലാസ്സോ, സോ ഇതൊരു കുറെ കുട്ടികൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിലേക്ക് ക്ലാസ്, ഇതൊക്കെ ഒരു പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനെ ക്ലാസിഫൈ ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് ആ ഗ്രൂപ്പിന്റെ ഫംഗ്ഷൻ അനുസരിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ഫാമിലി കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഈ വ്യക്തികൾ അടങ്ങിയിരിക്കുന്ന ഗ്രൂപ്പിനെ അടിസ്ഥാനമാക്കി ഈ കമ്മ്യൂണിക്കേഷനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് നമ്മൾ, അല്ലെ ആ ഫംഗ്ഷനെ അടിസ്ഥാനമാക്കി ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഈ രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത് രണ്ടായിട്ടാണ്. ഒന്ന് ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ, ഇത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ലാർജ് ഓർഗനൈസേഷൻ സച്ച് ആസ് ബിസിനസ്. അപ്പൊ ഇതൊരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് കരുതപ്പെടുന്നത്. പക്ഷെ ഇതിന്റെ പർപ്പസ് വേറെയാണ്, ഫംഗ്ഷൻ വേറെയാണ്. അത് പ്രധാനമായിട്ടും ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പം ലാർജ് ഓർഗനൈസേഷൻ സച്ച് ആസ് ബിസിനസ്, അവിടെ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് നമുക്ക് വിളിക്കാം. എക്സാമ്പിൾ ആയിട്ട് വർക്ക് ഫോക്കസ്ഡ് ഡിസ്കഷൻ ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള വർക്കിനെ കുറിച്ചുള്ള, വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് എങ്കിൽ കൂടെ തന്നെ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ് എങ്കിൽ കൂടെ അതിനെ നമ്മൾ അതിന്റെ പർപ്പസ് ഫംഗ്ഷൻ അനുസരിച്ച് അതിനെ നമ്മൾ ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അടുത്തതാണ് ഫാമിലി കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഇവിടെ ഒരു ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഫാമിലി കമ്മ്യൂണിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഇതും ഒരു ഗ്രൂപ്പ് തന്നെയാണ്, ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് തന്നെയാണ്, പക്ഷെ അതിന്റെ ഫംഗ്ഷൻ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഫാമിലിയുമായിട്ടുള്ള മാറ്റേഴ്സും ആയിട്ട് മാറുന്നത് കൊണ്ട് അതിനെ നമ്മൾ ഫാമിലി കമ്മ്യൂണിക്കേഷൻ, അതിന്റെ ഫംഗ്ഷൻ അനുസരിച്ച് ഇറ്റ് ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ വിത്തിൻ ന്യൂക്ലിയർ, എക്സ്റ്റെൻഡഡ് ആൻഡ് ബ്ലെൻഡഡ് ഫാമിലീസ്. സോ ഇതിനെ നമ്മൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുത്തുന്നു. എന്നാൽ അതിന്റെ ഫംഗ്ഷൻ നോക്കി നമ്മൾ അതിനെ ഫാമിലി കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നു. സോ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ ഫംഗ്ഷനെ ആസ്പദമാക്കി അതിനെ രണ്ടായിട്ട് തിരിക്കുന്നു, ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ എന്നും ഫാമിലി കമ്മ്യൂണിക്കേഷൻ എന്നും. ഓക്കെ, താങ്ക് യു.